ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. മനോഹറിനെ അന്വേഷിച്ച് നിഷ വരികയാണ്. മനോഹറും ആദ്യ ഭാര്യയായ സരിയും ഈ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അവൾ വണ്ടി നിർത്തിയിട്ട് അകത്തേക്ക് കയറുകയാണ്. മനോഹറും സരിയും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ മനോഹർ പറയുകയാണ്, നല്ല റെസ്റ്റോറൻ്റ് അല്ലേ മോളൂ? അതെ, എന്നിട്ടെന്താ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തത്? ഇവിടെ ആൾക്കാരുണ്ടാവില്ല മോളെ, ഇവിടെ ഹോം ഡെലിവറിയാണ് മോളൂ. നമ്മളെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നൊന്നും വരുത്താത്തത്. അത്രയും ദൂരമൊന്നും വരത്തില്ല. ആ വാ എന്ന് പറഞ്ഞ് സരയും മനു ഇറങ്ങാണ്. അപ്പോൾ മനുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് നിഷ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ മനു മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ ഇവളെന്താ ഇവിടെ? പിന്നെ മനോഹർ രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയാണ്. സരയുവിനോട് പറയാണ്, മോളെ ഭയങ്കര വയറുവേദന. ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം മോളെ, ഭയങ്കര വയറുവേദന. മോളിവിടെ ഇരുന്നോ, ഞാനിപ്പോൾ വരാം, മോളിവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് സരയുവിനെ അവിടെ ഇരുത്തിയിട്ട് അവൻ ഓടുകയാണ്. അപ്പോൾ സരയു അവിടെ ഇരുന്നിടത്ത് നിന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വയറ് കംപ്ലൈൻ്റ് ആയല്ലോ. നിഷ മെല്ലെ കയറി വരികയാണ് മനോഹറിനെ നോക്കിയിട്ട്. പിന്നെ അവിടെ റിസപ്ഷനിൽ നിഷ ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, ഇവിടെ റെസ്റ്റോറൻറ്റ് എവിടെയാ? ഫസ്റ്റ് ഫ്ലോറിൽ. ഓക്കെ എന്ന് പറഞ്ഞ് നിഷ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ്. അതെ, റിസപ്ഷനിസ്റ്റ് സരീവിനോട് ചോദിക്കുകയാണ്, മാഡം ഫുഡ് കൊള്ളാമോ? നന്നായിരുന്നു. മനോഹർ ഇതാ രണ്ടുപേരെയും വെട്ടിച്ചിട്ട് അപ്പുറം ഇപ്പുറമായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നിഷയും മനുവും ഏകദേശം അടുത്തടുത്താണുള്ളത്. പക്ഷേ രണ്ടുപേരും, അതായത് എന്ന് പറഞ്ഞാൽ നിഷ അവനെ കാണുന്നില്ല, അവൻ നിഷയെ കാണുന്നുണ്ട്. അവൻ നിഷയുടെ കണ്ണ് വെട്ടിച്ച് പല സ്ഥലത്തേക്കും മാറി മാറി ഓടി വിളിക്കുകയാണ്. ഒടുക്കം ആരുടെയോ ഒരു ബെഡ്റൂമിലേക്കാണ് പോയി കയറിയത്. അപ്പോൾ നേരെ ഡോറ് തുറന്നപ്പോൾ തന്നെ ബെഡിലേക്കാണ് വീണത്. നിഷ റെസ്റ്റോറൻറ്റ് ഭാഗത്ത് വന്ന് ആ റൂമിൽ വന്ന് എല്ലായിടത്തും നോക്കി. പക്ഷേ എവിടെയും ആരെയും കാണുന്നില്ല. അവിടെയും റിസപ്ഷനിസ്റ്റായിട്ട് ഒരാളുണ്ട്. അയാൾ ചോദിക്കുകയാണ്, എന്താ മാഡം? അത് പിന്നെ ഒന്നുമില്ല, ഞാൻ ഒരാളെ തിരക്കി വന്നതാ, കണ്ടില്ല, സോറി. ഓക്കെ മാഡം. പിന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. മുകളിലേക്ക് അവൾ വരികയും ചെയ്തു. താഴെയാണെങ്കിൽ മറ്റവളും ഉണ്ട്. ആരോ എന്തോ വെച്ച് ഒപ്പിച്ചിട്ടുണ്ടല്ലോ ഭഗവാനെ. മനു അവിടെ ഇരുന്ന് ചിന്തിക്കുക എന്താ ചെയ്യാൻ. അപ്പോഴാണ് മനുവിൻ്റെ ശ്രദ്ധയിൽ അവിടെ ആങ്കറിൽ തൂക്കിക്കിടക്കുന്ന ഒരു നൈറ്റി കണ്ടത്. ആ നൈറ്റി അവൻ എടുത്തിട്ടു. എന്നിട്ട് മുടിയൊക്കെ ഏകദേശം ഒന്ന് സെറ്റാക്കി. അപ്പോഴാണ് ആ റൂമിലുണ്ടായിരുന്ന സ്ത്രീ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തലയും തോർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോഴാണ് അവർ കാണുന്നത് അയാളെ. അവർ ചോദിക്കുക, ആരാ നീ? അവർ ചിന്തിക്കുക, ഞാൻ കുളിക്കാൻ കയറിയ സമയത്ത് ഇവള് വിളിച്ച് കയറ്റിയതാണോ ഇയാളെ? ആരാ നീ? അപ്പോൾ അത് ചോദിച്ചപ്പോൾ അവൻ തിരിഞ്ഞു വന്നു. പിന്നെ ആ സ്ത്രീ നിലവിളിക്കായിരുന്നു, അയ്യോ ഓടി വരണേ എന്ന് പറഞ്ഞ്. അയ്യോ വിളിക്കല്ലേ, ബഹളം ഉണ്ടാക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞ് അവരുടെ വായി പൊത്തി പിടിക്കാൻ വേണ്ടി അവൻ അടുത്തോട്ട് പോയി. അപ്പോഴാണ് ആ സ്ത്രീയുടെ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വന്നത്. എടാ എന്ന് പറഞ്ഞിട്ട്, അയ്യോ സാറേ, ഞാൻ നിരപരാധിയാണ്. നീ നിരപരാധിയാണോ അപരാധിയാണോ എന്ന് ഞാൻ പറഞ്ഞുതരാം. അയാൾ പിന്നെ അവളുടെ അടുത്തും പറയാണ്, നിനക്ക് ഞാൻ കാണിച്ചു തരാടി. ഞാൻ പുറത്തു പോയ സമയത്ത് നീ അവനെ പിടിച്ച് അകത്ത് കയറ്റിയല്ലേ എടി, ഇങ്ങോട്ട് പോടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ കയ്യിൽ നല്ലോണം അടിക്കുകയാണ്. അപ്പോഴേക്കും അവൻ നല്ല ശക്തി സംഭരിച്ച് അവനെ കട്ടിലിലേക്ക് മറിച്ച് തള്ളിയിട്ടു. ശേഷം മനു വാതിൽ പുറത്തുനിന്ന് അടച്ച് കുറ്റിയിട്ടു. അതിന് ശേഷം ഓടി രക്ഷപ്പെടുകയാണ്. അയാളെങ്ങനെയോ ബെഡിൽ നിന്ന് എണീറ്റ് എന്നിട്ട് പറയാണ്, വിടത്തില്ല ഞാൻ അവനെ, നീയും അവനും തമ്മിലുള്ള ബന്ധം എനിക്കറിയണം. അവൻ പിന്നെ ഓടി അതിന് മുകളിലേക്ക് സ്റ്റെപ്പ് കയറുകയാണ്. അപ്പോഴേക്കാണ് നിഷ അങ്ങന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ നിഷ കാണാതിരിക്കാൻ വേണ്ടി സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് പോയി ഓടി ഒളിച്ചു. നിഷ അവിടെയൊക്കെ അന്വേഷിച്ചു, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ നിഷ പുറത്തേക്ക് പോവുകയാണ്. നിഷ ഇറങ്ങി വന്ന് അവളുടെ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി ഹെൽമെറ്റൊക്കെ എടുത്ത് വെക്കുകയാണ്. ആ സമയത്ത് മനുവും കാണുകയാണ് ഹെൽമെറ്റ് എടുത്ത് വെക്കുന്നത്. അപ്പം അവനും വേറെ ആരെയോ ഒരു വണ്ടിയിൽ നിന്ന് ഹെൽമെറ്റ് എടുത്ത് വെക്കുകയാണ്, മുഖം മറക്കാം എന്നുള്ള രീതിയിൽ. എടോ നിൽക്ക് എൻ്റെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞ് അയാൾ ഹെൽമെറ്റിൻ്റെ ഉടമ പിന്നാലെ പായാണ്. പിന്നെ മനോഹർ രണ്ടുപേരെ കൊണ്ടും കറപ്പിക്കുകയാണ്. അതായത് എന്ന് പറഞ്ഞാൽ ആ ഹെൽമെറ്റിൻ്റെ ആളും ശേഷം അതിന് മുകളിൽ നിന്ന് ആ സ്ത്രീയുടെ ഹസ്ബൻഡായ അയാളെയും കൂടി രണ്ടുപേരെയും വട്ടം കറക്കുകയാണ്. അയാൾ പിന്നെ ചോദിക്കുകയാണ്, ഒരുത്തൻ ഇങ്ങോട്ടേക്ക് ഓടി പോകുന്നത് കണ്ടോ? ഒരുത്തനോ? നൈറ്റി ഇട്ട് കൊണ്ടുപോയത്, നൈറ്റി ഇട്ട് കൊണ്ടുപോയത് ഒരുത്തിയല്ലേ? ഒരുത്തനാണോ? അതേ, ഒരുത്തിയല്ല, ഒരുത്തനാണത്. അപ്പോൾ അവൻ പെണ്ണല്ലായിരുന്നോ? അവൻ എൻ്റെ ഹെൽമെറ്റ് കൊടുത്തുകൊണ്ടാണ് പോയത്.
അവൻ എൻ്റെ ഭാര്യയെയും അടിച്ചുകൊണ്ട് പോകാൻ നോക്കി. എന്നാ അവനെ പൊക്കണം, വെറുതെ വിടരുത്. മനു അല്ലേ ആള്. മനു അവരെ രണ്ടുപേരെയും വട്ടം കറക്കിക്കുക അവിടെ നിന്ന്. സരയു മനോഹറിനെ കാത്തിരുന്നിട്ട് പറയാണ്, മനസ്സിൽ ചിന്തിക്കുകയാണ്, വയറിന് നല്ല കംപ്ലൈൻ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്, അതാ ഇത്രയും സമയം എടുക്കുന്നത്. അവസാനം മനോഹറിനെ പിടികൂടി. അപ്പോൾ അവൻ്റെ നൈറ്റിയും ഊരുകയാണ്, ഹെൽമറ്റും ഊരുവാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ചേട്ടന്മാരെ എന്നെ തലരുത്, ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള ആളല്ല. ഒരു പലിശക്കാരൻ എന്നെ തല്ലാനായിട്ട് വന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ റൂമിൽ കയറിയത്. അവന്മാർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ മനഃപൂർവ്വം ചേട്ടൻ്റെ ഭാര്യയെ കാണാൻ ഓടിയതല്ല. അപ്പോൾ മറ്റേയാൾ പറയാണ്, അപ്പോൾ എൻ്റെ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോയതോ? അതും ഞാൻ അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഇട്ടതാണ്. അവൻ പറയുന്നത് വിശ്വസിക്കാമോ? അവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. എനിക്കവനെ വിശ്വാസമില്ല. പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന മുറിയിൽ ഒളിഞ്ഞു നോക്കി അവിടെ കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. അവന്മാരുടെ കൂട്ടത്തിലാണോ ഇവൻ? അതിലൊരുത്തനാണ് ഇവനെന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ സാറന്മാരെ, ഞാനൊരു പാവാ. ഇനി നിന്നെ എവിടെയെങ്ങാനും വെച്ച് കണ്ടാൽ ചാവിട്ട് കയറി അടുപ്പിൽ വെച്ചാളേം, കേട്ടറാ. ഒരു വിധത്തിൽ അവൻ അവിടുന്ന് ഊരി. അപ്പോൾ എന്നിട്ട് ചിന്തിക്കുകയാണ്, ഏതായാലും കരണത്തടിച്ചില്ല. കരണത്തടിച്ച പാടുണ്ടെങ്കിൽ അവൾ ചോദിച്ചേനെ. തൽക്കാലം ഭാഗികമായി രക്ഷപ്പെട്ടു. പിന്നെയും അയാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എടാ നീ പറഞ്ഞത് സത്യമാണോടാ? അയാൾ ചോദിക്കുകയാണ്, നേരത്തെ നിനക്ക് എൻ്റെ ഭാര്യയെ പരിചയമുണ്ടായിരുന്നോ? ഇല്ല സാർ, ഇല്ല. അപ്പോൾ അവൻ പറയാണ്, നീ ഒന്ന് നേരെ നിന്നേ. എന്തിനാ സാർ, എന്നെ തല്ലാനാണോ? അല്ല, ഒരു ഫോട്ടോ എടുക്കാനാ. എടാ നിൻ്റെ പേരെന്താ? എന്തുവാടാ നീ പേര് ആലോചിക്കുന്നത്? സുഗീഷ്. അത് കള്ളപ്പേരല്ലേടാ. എടാ നിൻ്റെ യഥാർത്ഥ പേര് മഹേഷ് എന്നല്ലേടാ? അയ്യോ അല്ല, സുകേഷ് എന്നാ. സുഗു എന്നാ വീട്ടിൽ വിളിക്കുന്നത്. നീ സുഗു ആണെങ്കിലും സുകേഷ് ആണെങ്കിലും നീ ആളൊരു കള്ളക്കുറുക്കനാ. കോഴിക്കോട്ടിലേക്കാ നിൻ്റെ നോട്ടം. എന്നിട്ടവൻ മനസ്സിൽ ചിന്തിക്കുക, ലോകം നിറയെ ഭാര്യമാറാ, എന്നിട്ട് അവിടെ നിന്നൊന്നും ഇതുപോലെ ഇടികിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത പെണ്ണിൻ്റെ പേരിൽ ഇടികിട്ടി. അയ്യോ, ഇനി ഇടികൊള്ളാൻ വയ്യേ, ഇനി അങ്ങോട്ട് പോകാൻ വയ്യേ എന്ന് അവൻ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് സരയുവും ചിന്തിക്കുന്നത്, അയ്യോ ഈ മാനുവേട്ടൻ എവിടെ പോയി കിടക്കുക? അവൻ പിന്നെ പറയാണ്, ഏതായാലും 2 ഭാര്യമാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. യുദ്ധം ഏതാണ്ട് അവസാനിച്ചിരിക്കുക. പക്ഷേ എൻ്റെ ഈ പരിക്ക് ഭേദമാകാൻ കുറച്ച് ദിവസം എടുക്കും. അമ്മേ എന്ന് പറഞ്ഞ് അവൻ വണ്ടി കയറിയിരിക്കുകയാണ്. അയാൾ നേരെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് പറയാണ്, എൻ്റെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നീ മുറിക്കകത്ത് ആളെ കയറ്റുമല്ലേടി? ഞാൻ പറഞ്ഞല്ലോ അയാൾ പറഞ്ഞ എന്താണെന്ന്. നീ ഒന്നും പറയണ്ടടി. കുറേ കാലമായി നിൻ്റെ പുറകെ ഓരോരുത്തന്മാർ നടക്കാൻ തുടങ്ങിയിട്ട്. വെറും ഭർത്താവ് എന്ന പോസ്റ്റ് എനിക്ക് വേണ്ടടി. ഇനി ഇതിൻ്റെ മറുപടി നിൻ്റെ അച്ഛനും അമ്മയും പറയും. ഇത് നിങ്ങളൊരു വിഷയമാക്കാൻ പോവാണോ? എടി, ഇത് ഞാൻ ഒരു 1.5 വിഷയമാക്കും. സ്വത്തുക്കളൊന്നും വാങ്ങാതെയാ നിന്നെ ഞാൻ കെട്ടിയത്. എന്നിട്ടും ഭർത്താവ് ഉള്ളപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഭർത്താവ് ഇല്ലാത്തപ്പോൾ എന്തായിരിക്കും എടി അവസ്ഥ? ഞാൻ വെറും കേട്ടോടി, ഇറങ്ങടി. വരുന്നുണ്ടോ? അയാളൊപ്പം പോകുന്നു. അയാൾ പറഞ്ഞില്ലേ എന്താ നടന്നതെന്ന്? പക്ഷേ ഞാനത് വിശ്വസിച്ചില്ലടി. നീ അവനോടൊപ്പം ചേർന്ന് എന്ത് കഥ ഉണ്ടാക്കിയാലും ഞാനത് വിശ്വസിക്കില്ലടി. ഇത്രയും കാലം ഞാൻ ആളെ തേടി നടക്കുകയായിരുന്നു. ഇന്നെൻ്റെ കണ്ണുകൊണ്ട് കണ്ടടി. ഇന്ന് നമ്മുടെ ബന്ധം പിരിയുക. അതുകൊണ്ടാ ഞാൻ അവനെ വെറുതെ വിട്ടത്. ഞാൻ പോയാലും നിനക്കൊരു ആൺതുണ വേണമല്ലോ. മനു വണ്ടിയിൽ കയറിയിട്ട് ചിന്തിക്കുക, കഴിച്ചതെല്ലാം ദഹിച്ചു. എന്നാലും ഒടുക്കത്തെ തല്ലായിപ്പോയി. എന്നാലും ഇത് നേരത്തെ കിട്ടേണ്ടതായിരുന്നു. അത് ഇപ്പോൾ കിട്ടിയെന്നേ ഉള്ളൂ. അപ്പം മനു ഫോൺ എടുത്തിട്ട് അവളെ വിളിക്കുകയാണ്. മനുട്ടാ എവിടെയാ? ഒന്നും പറയണ്ട എൻ്റെ മോളും ഇങ്ങ് വാ, കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അതിന് മനുവേട്ടൻ എവിടെയാ? ഞാൻ പുറത്തുണ്ട്. പുറത്തോ? അത് നമ്മളെ കാറിലിരിപ്പുണ്ട്, മോള് വാ. ശരി മനുവേട്ടാ. മനുവിൻ്റെ അടുത്ത് എത്തിയിട്ട് സരയു ചോദിക്കുകയാണ്, എപ്പോഴാണ് പുറത്തോട്ട് പോയത്? എപ്പോഴാണ് മനുവേട്ടാ പുറത്തേക്ക് ഇറങ്ങിയത്? അപ്പം മോളൊന്നും കണ്ടില്ലായിരുന്നോ? ഒരുത്തൻ മെക്സി ഇട്ടുകൊണ്ട് മോളുടെ മുമ്പിൽ കൂടിയല്ലേ ഓടിയത്? അത് ഞാൻ കണ്ടായിരുന്നു. ഹെൽമെറ്റ് മോഷ്ടിച്ചെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അതെ, ആ സമയത്ത് ഞാനും പിന്നാലെ ഓടിയായിരുന്നു. മോളത് കാണാതെ പോയത് എൻ്റെ തെറ്റാണോ? എനിക്ക് മോഷണം നടത്തുന്നവരെ തീരെ ഇഷ്ടമല്ല. അതും ഒരു സ്ത്രീയല്ല, പുരുഷനായിരുന്നു. ഏതോ മുറിയിൽ മോഷണം നടത്താൻ കയറിയിട്ട് ഓടിയതായിരുന്നു. ഏതോ ഒരുത്തൻ്റെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറിയെന്നും കേട്ടു. സരയു പറയാ, അയ്യോ ഇതിനിടയ്ക്ക് ഇത്രയൊക്കെ സംഭവിച്ചോ? എന്തൊക്കെയോ കുഴപ്പം നടക്കുന്നുണ്ടെന്ന് അറിയായിരുന്നു. അത് ഇത്രയും സീരിയസ് ആയിരുന്നോ? അല്ല, അതുകൊണ്ടല്ലേ എനിക്കും പണിയായത്. അല്ല, തല്ലി ഞാൻ അവനെ ഒതുക്കി.
അവനപ്പോഴും നല്ല വേദനയുണ്ടായിരുന്നു. ഓ ഓ എന്ന് പറയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നു, എന്ത് പറ്റി മനുവേട്ടാ? അത് പിന്നെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചും കിട്ടുമല്ലോ. എനിക്കും കിട്ടി. അവൾ തൊട്ടപ്പോൾ തന്നെ അവന് വല്ലാതെ വിഷമായി, വേദനയായി. അപ്പോൾ പറയാം, അങ്ങനെയൊന്നും തൊടല്ലേ മോളോ, കുറച്ച് മഴത്തിലൊക്കെ തൊട്. വീട്ടിൽ ചെന്ന് ചൂട് പിടിക്കാം. അല്ല, ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ആ, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോഴാണ് ഹെൽമെറ്റ് പോയ അയാൾ താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ മനു പറയാണ്, ദേ മോള് നോക്ക്, ആ പോയവൻ്റെ ഹെൽമെറ്റാണ് പോയത്, കാണാതായിപ്പോയത്. അവനും ഞാനും കൂടിയാണ് മറ്റവനെ തല്ലിയത്. അത് ശരി. അതിനിടക്ക് ആ ശിവദാസ് അങ്കിളിൻ്റെ മോളില്ലേ നിഷ, അവൾ അതിലെ കൂടി പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ഏത് ശിവദാസൻ അങ്കിള്? അന്ന് കല്യാണം വിളിക്കാൻ വന്നില്ലേ ശിവദാസൻ അങ്കിള്, അച്ഛൻ്റെ സുഹൃത്ത്. ഓ, എനിക്കറിയില്ല അവരെ. ആണോന്ന് എനിക്ക് സംശയമാണ്. ഒരു തവണയല്ലേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ വിളിക്കാനും മിണ്ടാനൊന്നും പോയില്ല. എന്നാൽ പോവാ. അപ്പോഴാണ് അയാൾ താഴേക്ക് ഇറങ്ങി വരുന്നത്. അയാൾ പറയാണ്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. അത് കേട്ടപ്പോൾ മനോഹർ വേഗം വണ്ടി എടുക്കായിരുന്നു. അപ്പോഴാണ് അവിടെ റൂം ബോയ് വന്നിട്ട് ചോദിക്കുന്നത് അവരുടെ അടുത്ത്, എന്തെങ്കിലും സഹായം വേണോ സാർ? അയ്യോ വേണ്ടേ, നല്ല ഹോട്ടൽ, ഞാനിവിടെ റൈഡ് നടത്തിക്കും. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. എന്താടി നോക്കി നിൽക്കുന്നത്, കയറടി വണ്ടിയിൽ. അയാൾ പിന്നെ അവളെയും വിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു അവിടുന്ന്. പിന്നെ കല്യാണിയെ കാണിക്കുന്നത്. കല്യാണി പറയാണ്, ആഹാ അമ്മ എവിടെയൊക്കെ ഒരുങ്ങി പോകുന്നേ? അമ്മ പറയാണ്, മോള് ഡൽഹിക്ക് പോകുമല്ലേ, അർച്ചനയും വഴിപാടും ഒക്കെ നടത്തണം, അതിനു വേണ്ടിയാണ് അമ്മ പോകുന്നത്. അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ കല്യാണി പറയാണ്, കിരണേട്ടനും മനസ്സമാധാനം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണേ അമ്മേ. എന്നെ പോകാനായിട്ട് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും എനിക്കറിയാം, പോയി കഴിഞ്ഞാൽ കിരണേട്ടന് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അത് പിന്നെ അങ്ങനെ ആയിരിക്കില്ലേ മോളെ? നിങ്ങൾ രണ്ടാളും രണ്ടല്ലല്ലോ, ഒന്നല്ലേ? നിങ്ങളെ ജീവിതം കാണുമ്പോൾ പലർക്കും അസൂയ തോന്നുന്നുണ്ടാവും. പിന്നെ അവളുടെ അമ്മ പറയാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അതിൽ അത്ഭുതമൊന്നും ഇല്ലല്ലോ മോളെ. കല്യാണിയോട് ചോദിക്കുക. ഞാൻ ജീവിച്ചെന്ന് പറയാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ് കുറേ കാലം അയാൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. പെൺമക്കൾ ജനിച്ചതോടെ അതെല്ലാം പോയി. പിന്നെ ഏതൊരമ്മയ്ക്കും അവരെ വെറുക്കുന്നതിനേക്കാൾ വേദനയാണ് അവരുടെ മക്കളെ അവരുടെ അച്ഛൻ വെറുക്കുന്നത്. കല്യാണി പറയാണ്, ഇപ്പം ഏതോ കച്ചിത്തുരുമ്പ് കിട്ടിയെന്നാണ് തോന്നുന്നത്. അതിൻ്റെ അഹങ്കാരമുണ്ട്. ആ അച്ഛൻ്റെ മോൻ്റെയും ചതിയിൽ ആരും ചെന്ന് പെടരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഏതായാലും അവിടെ പോകുന്ന സ്ഥിതിക്ക് അന്നദാനത്തിൽ കൂടി പങ്കെടുത്തിട്ടേ അമ്മ വരികയുള്ളൂ. ശരി മോളെ, പോയിട്ട് വരാം അമ്മ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.